ഇനി നമ്മൾ ചെയ്യുന്നത് അമെൻഡഡ്, നമ്മൾ 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന 2 തരത്തിലാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. നമ്മളിങ്ങനെ പറഞ്ഞത്, ഒന്ന് വിത്തൗട്ട് അമെൻഡിങ് ക്യാഷ് ബുക്കും, രണ്ടാമത്തത് അമെൻഡിങ് ക്യാഷ് ബുക്കാണ്. നമ്മൾ ക്യാഷ് ബുക്ക് അമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ഈ ക്യാഷ് ബുക്ക് അമെൻഡ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൽ തരും. ക്യാഷ് ബുക്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൽ തരും. ഓക്കെ, എന്നിട്ട് നമ്മളോട് അത് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കിൽ നമ്മൾ തീരെ റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അമെൻമെൻറ്റ് ക്യാഷ് ബുക്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ക്യാഷ് ബുക്ക് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യും. ക്യാഷ് ബുക്കിൽ നമുക്കറിയാം എന്തൊക്കെ കോളംസ് ഉണ്ട്. നമ്മൾ ഡബിൾ കോളത്തിന് എന്ത് പഠിച്ചിട്ടുള്ളത്, ക്യാഷ് കോളം ഉണ്ട്, ബാങ്ക് കോളം ഉണ്ട് അല്ലേ. നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് കോളം മാത്രം ഇവിടെ പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം നമ്മൾ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്, ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാങ്ക് കോളം മാത്രം ഈ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളങ്ങൾ മാത്രം അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഈ ക്യാഷ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഒന്നാമത്തേത്, നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ തീരെ റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മൾ ഈ ക്യാഷ് ബുക്കിലൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിൽ തരും. ആ സാധനങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തത്, നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ 2 കാര്യങ്ങളാണ്. ഓക്കെ, സോ യൂഷ്വലി 2 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് അമെൻഡഡ് ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഐറ്റംസ് വിച്ച് വർ നോട്ട് അറ്റ് ഓൾ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ എനി എറർ മെയ്ഡ് ബൈ ദ ക്യാഷ് ബുക്ക്. ഈ 2 കാര്യങ്ങൾ അത് മനസ്സിലാക്കാം കേട്ടോ. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, ക്യാഷ് ബുക്കിനുള്ള ഓൾറെഡി റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. അതിൽ വരുത്തിയ തെറ്റുകാരനാണല്ലോ നമ്മളിപ്പോൾ ഈ ശരിയാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ചോദിക്കും അമെൻഡഡ് ക്യാഷ് ബുക്കിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ മാതിരി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം മാത്രം പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുമല്ലോ. ഈ ബാലൻസ് എടുത്ത് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ എഴുതും, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യണം. ഈ ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങളും വലിയ എറേഴ്സൊക്കെ നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് വേണം നമ്മൾ ആ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ അമെൻഡ് ചെയ്തു, ക്യാഷ് ബുക്ക് അമെൻഡ് ചെയ്തു, എന്നിട്ട് ആ ബാലൻസ് വേണം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യും. ഓക്കെ, നമ്മൾ വരുത്തിയിട്ടുള്ള തെറ്റുകൾ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, അങ്ങനത്തെ അതൊക്കെ സെയിം തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യം. On 31st January 2022, Citi's cash book showed bank overdraft of rupees 2,50,000. Comparing with the passbook, following differences were noted. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ചെയ്യാൻ വരുത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ചോദ്യം നമ്മുടെ സ്റ്റഡി മാറ്റത്തെയാണ്, ഇലസ്ട്രേഷൻ നമ്പർ 5. അപ്പോൾ ഇതൊരു ഓവർഡ്രാഫ്റ്റിൻ്റെ ചോദ്യമാണ്. പേടിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നെ പറയുന്നുള്ളൂ. 31st January 2022 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് എന്ത് ചെയ്തു, ഷോഡ് എ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാലൻസ് നമ്മുടെ ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, 2,50,000 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ, അങ്ങനത്തെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അത് നമ്മൾ എന്തുമാതിരി നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാൽ മതി, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് ഷോർട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് 2,50,000. അപ്പോൾ ഇതാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇതാണ് നമ്മൾ ഇത് എവിടേക്ക് കൊണ്ടുപോകേണ്ടത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണോ കൊണ്ടുപോകേണ്ടത്? അല്ല, കാരണം ഈ ചോദ്യത്തിൽ എന്ത് പറയുന്നുണ്ട്, അമെൻഡഡ് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം ഈ സാധനം പ്രിപ്പയർ ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം ഈ സാധനം എടുത്തിടാൻ. ഓക്കെ, ആ ബാലൻസ് ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ആ ക്ലോസിംഗ് ബാലൻസ് ഞാൻ എവിടേക്ക് കൊണ്ടുപോകണം, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ബാലൻസ് കൊണ്ടെത്തിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, 2,50,000 ആണ്, അതൊക്കെ മനസ്സിലായി. ഇനി നോക്കുക, ക്യാഷ് ആൻഡ് ചെക്ക് എമൗണ്ടിങ് ടു ₹26,800 വാസ് സെൻഡ് ടു ദ ബാങ്ക് ഓൺ 27th January. 26,800 രൂപയുടെ ഒരു ക്യാഷും ചെക്കും സെൻഡ് ചെയ്യുന്നുണ്ട്, ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. 27th January ആണ് സെൻഡ് ചെയ്യുന്നത്. ബട്ട് 4,600 രൂപയുടെ ചെക്ക് ഉണ്ടല്ലോ,
അത് 2 ഫെബ്രുവരിയിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 1 check for 900 was returned by them as dishonored on 4th February. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചോദ്യം നിങ്ങൾ ഇങ്ങനെ കണക്കാക്കിയാൽ മതി. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൻ്റെ ചോദ്യമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതേപോലത്തെ ചോദ്യമാണ് വിചാരിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാണ്, ക്യാഷും ചെക്കും ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട് 27th ജനുവരിയിൽ. ബിഫോർ ദാറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള 31st ജനുവരിയുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ആ ഒരു മാസത്തിന് മാത്രം, ജനുവരി മാസത്തിന് മാത്രം. അപ്പോൾ അടുത്ത ഫെബ്രുവരി മാസത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനുവരി മാസത്തിനുള്ളിൽ അത് കാണുന്നുണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ 31st ജനുവരിക്കാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, ഏത് മാസത്തിനാണ്, ഇത് ഒരു വർഷത്തിൻ്റെയാണോ അല്ലെങ്കിൽ മാസത്തിനാണെന്നൊക്കെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ 31st ജനുവരി മാസത്തിന് മാത്രമായിട്ടായിരിക്കും. ഓക്കെ, ഒരു തന്നിട്ടുണ്ടായിരിക്കാം. ഫൈൻ. അപ്പോൾ 26,800 രൂപയോളം വരുന്ന ചെക്കും ക്യാഷും ഒക്കെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്യുന്നത് 27th ജനുവരിയിലാണ്. പക്ഷേ അതിൽ 4,600 രൂപയുടെ ചെക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കിലെ ബാലൻസ് കയറുന്നത് എപ്പോഴാണ് കയറുന്നുള്ളൂ, 2nd ഫെബ്രുവരിയിലേ കയറുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൽ 900 റുപ്പീസ് വരുന്നൊരു ചെക്ക് അത് ഡിസോണർ ആയതുകൊണ്ട് 4th ഫെബ്രുവരിയിൽ തിരിച്ചയക്കുകയും ചെയ്തു. അപ്പോൾ എന്തുണ്ടായിട്ടുണ്ടാവുക, നമ്മൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ 26,800 കോൺസെപ്റ്റ് നോക്കാം. 26,800 അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ തന്നെ ഒരു ക്യാഷ് ബുക്കിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. ക്യാഷ് ബുക്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കയറി 26,800 നമ്മുടെ ബാങ്ക് ബാലൻസ് കയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ ശരിക്കും എത്രയേ കയറിയിട്ടുള്ളൂ, 26,800 4,500 കുറയ്ക്കുക, അതുപോലെ തന്നെ 900 കുറയ്ക്കുക. 21,300 മാത്രമേ ജനുവരി അവസാനിക്കുന്നതിന് മുൻപ് ബാങ്ക് ബാലൻസ് കയറിയിട്ടുള്ളൂ. നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് എഴുതി, ക്യാഷ് ബുക്കിൽ നമ്മൾ 26,800 നമ്മുടെ ബാങ്ക് ബാലൻസ് കയറി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. പക്ഷേ ശരിക്കും ജനുവരിക്ക് മുന്നേ 21,300 കയറിയിട്ടുള്ളൂ. നമ്മൾ പാസ്ബുക്കിൽ 21,300 കയറ്റിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നിന്ന് തുടങ്ങുന്ന പോലെ വിചാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലുണ്ടാവണേ. ഓക്കെ, അപ്പോൾ ഈ 4,600 എന്തുണ്ടായത്, 4,600 എമൗണ്ട് കയറിയത് നമ്മുടെ ബാങ്കിൽ കയറിയത്, ബാലൻസ് കയറിയത് 2 ഫെബ്രുവരിക്കാണ്. നമുക്ക് വേണ്ടത് ജനുവരി 31 മുൻപ് അല്ലെങ്കിൽ ജനുവരി 31 വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് 4,600 കയറിയിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ 900 കയറിയിട്ടുണ്ടായിരിക്കില്ല, കാരണം 4th ഫെബ്രുവരിയിലാണ് അവർ പറയുന്നത് അത് ഡിസോണർ ആയി എന്നുള്ള കാര്യം. അപ്പോൾ 900 കയറിയിട്ടില്ല. അപ്പോൾ ബോത്ത് ദിസ് 4,600 900 എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ബാങ്കിലെ ബാലൻസ് കയറിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ എന്ത് കാട്ടി, ക്യാഷ് ബുക്കിൽ നമ്മൾ മൊത്തം 26,800 നമ്മൾ ബാങ്ക് ബാലൻസ് കയറി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അല്ല, 21,300 കയറിയിട്ടുള്ളൂ. അപ്പോൾ ഈ 4,600 900 ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമുക്ക് പാസ്ബുക്ക് ക്യാഷ് ബുക്കിനൊപ്പം എത്തിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പാസ്ബുക്കിലായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ 900 ആഡ് ചെയ്യും, ഈ 4,600 നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കാം. 4,600 നമ്മൾ ആഡ് ചെയ്യും, അതുപോലെ തന്നെ 900 നമ്മൾ ആഡ് ചെയ്യും, കാരണം നമ്മുടെ പാസ്ബുക്ക് ക്യാഷ് ബുക്കിനൊപ്പം എത്തിക്കണം. ഓക്കെ, ഫൈൻ. ഇനി ഡ്യൂറിങ് ജനുവരി Sethi issued checks worth rupees 33,400 to his creditors. Out of this, checks worth rupees 27,400 were presented for payment on 5th February. അപ്പോൾ സെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി, സെത്തിയുടെ ക്യാഷ് ബുക്ക് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഓണർ. ജനുവരി മാസത്തിൽ 33,400 രൂപയുടെ ചെക്ക് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ഇതിൽ 27,400 രൂപയോളം വരുന്ന ചെക്ക് 5th ഫെബ്രുവരിയിലാണ് ഈ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ 33,400 മൈനസ് 27,400 6,000 രൂപ അല്ലേ. 6,000 രൂപയാണ് ശരിക്കും ബാങ്ക് ബാലൻസ് ജനുവരി 31 മുൻപായിട്ട് കുറഞ്ഞിട്ടുള്ളൂ. 6,000 രൂപ കുറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് കാണിച്ചിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിൽ നമ്മൾ അപ്പോൾ തന്നെ 33,400 നമ്മുടെ ബാങ്കിൽ നിന്ന് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും ജനുവരി 31 6,000 കുറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പാസ്ബുക്ക് ക്യാഷ് ബുക്കിൻ്റെ ഒപ്പം എത്തിക്കണം അല്ലേ. അപ്പോൾ 33,400 ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്, 6,000 മാത്രമേ പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുള്ളൂ. ഇവർ തമ്മിലുള്ള വ്യത്യാസത്തിൽ വരുന്ന 27,400 അല്ലേ. അപ്പോൾ 27,400 എന്ത് ചെയ്യണം, പാസ്ബുക്ക് ക്യാഷ് ബുക്കിനൊപ്പം എത്തണമെങ്കിൽ 27,400 ഞാൻ കുറയ്ക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ പറ്റി ഓക്കെ. അപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രമേ ബാങ്ക് റീകൺസിലേഷനിലേക്ക് ഉള്ളതായിട്ടുള്ളൂ. കാരണം നോക്കിയേ, ഫോളോയിങ് പേയ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജനുവരി, എന്താണ് പേയ്മെൻറ്റുകളും നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എല്ലാവരും ആയിരിക്കും ഇത് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ സെറ്റൊക്കെ എന്താണ് നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് ഉള്ളതാണ്. അപ്പോൾ അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. നോക്കിയേ, ഇതൊക്കെ നമ്മുടെ ബാങ്കിലത്തെ ആണോ ക്യാഷിലത്തെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റുകളാണ്, ജനുവരി മാസത്തെ പേയ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് ഉള്ളതാണ് അല്ലേ. റൈറ്റ്. ഇനി നമ്മുടെ പേയ്മെൻറ്റുകളാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് 3140 രൂപ പോയിട്ടുണ്ട്. ടെലിവിഷൻ ലൈസൻസ് ഫീ ആയിട്ട് 2400 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സേതിയുടെ ബാങ്കേഴ്സ് എന്ത് കളക്ട് ചെയ്തിട്ടുണ്ട്, 3000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ വേണമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ്, അമെൻഡഡ് ക്യാഷ് ബുക്ക് ബാലൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിലാണ്. പിന്നെ ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, നമുക്ക് ആ ചോദ്യം തരുന്നത് ബാങ്ക് റിക്കൺസിലേഷനൊക്കെ ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിൽ കാണിക്കണം. ഇത് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റാണ്, ബാങ്ക് എന്ന് പറഞ്ഞൊരു അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടിയാൽ ഡെബിറ്റ്, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ഇത് കൂടിയതാണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുന്നതാണ്. സോ ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ പേയ്മെൻറ്റ്, അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ബാങ്ക് ചാർജ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, അതായത് ബാങ്കുകാർ പിടിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയാണ് അല്ലേ, 2500, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് ബിൽ റിസീവബിൾ ഓഫ് ₹2000 ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക് ഇൻ December 2021 വാസ് ഡിസോണർഡ് ഓൺ 31st January 2022. ഓക്കെ, അപ്പോൾ ഈ സംഭവം എവിടെ തന്നെയാണ് വരിക, നമ്മുടെ ക്യാഷ് ബുക്കിലാണ് വരിക. കാരണം എന്താണ്, ഇത് നമ്മുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തൊരു കാര്യമാണ്. ക്യാഷ് ബുക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ശരിക്കും ക്യാഷ് ബുക്കിൽ നമ്മൾ ബാങ്ക് കോളമാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ സംഭവം മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ സക്ഷമ മറ്റേ ചോദ്യത്തിലായിരുന്നു അല്ലേ, സെത്തി ഒരു പേര്. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റർ എസ് എന്ന് പറയാമല്ലേ. അപ്പോൾ മിസ്റ്റർ എസ് എന്താണ്, എസ്സിനൊരു എമൗണ്ട് കിട്ടാനുണ്ട്, ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടാനായിട്ടുണ്ട് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇദ്ദേഹം രണ്ടുപേരും ഒരു ബിൽ ഡ്രോ ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് എമൗണ്ട് കിട്ടണം. റൈറ്റ്. അപ്പോൾ ഈ മിസ്റ്റർ എസിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ബില്ലുണ്ട്. ഈ ബില്ലിൽ ആരും ഒപ്പിട്ടിട്ടുണ്ട്. അതായത് ഞാൻ എമൗണ്ട് ഇന്ന ഡേറ്റിലൊന്ന് അടച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അല്ല. അപ്പോൾ അത് എവിഡൻസ് പോലെയാണ്. റൈറ്റ്. അപ്പോൾ ഈ ബില്ല് എന്ത് ചെയ്യാണ്, ഈ കസ്റ്റമർ അടയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് ജനുവരിയിലാണ്. ഓക്കെ, ജനുവരി 31 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ജനുവരി 31 ഇദ്ദേഹത്തിന് മിസ്റ്റർ എസിന് കൊണ്ടുപോയിട്ട് എമൗണ്ട് അടയ്ക്കേണ്ടത്. പക്ഷേ മിസ്റ്റർ എസിന് വളരെ അത്യാവശ്യമായിട്ട് എമൗണ്ട് കാശിന് ആവശ്യം വന്നപ്പോൾ ഡിസംബറിൽ തന്നെ ബാങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ വീഡിയോസ് കാണാം, മുന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൽ കോൺസെപ്റ്റ് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിന് കൊണ്ടുപോയി. ബില്ലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, ലെറ്റ്സ് 2000 രൂപയുടെ ബില്ലാന്ന് പറയുന്നുണ്ട്. ഓക്കെ, 2000 രൂപയുടെ ബില്ലാണ്. ഓക്കെ, അപ്പോൾ ഈ 2000 രൂപയുടെ ബില്ല് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് ഈ 2000 രൂപയിൽ നിന്ന് ഒരു ചാർജ് ലെറ്റ്സ് ഒരു 50 രൂപ പിടിച്ചു എന്ന് വിചാരിച്ചോ. അത് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അപ്പോൾ തന്നെ ആർക്ക് കൊടുക്കും, എസിന് കൊടുക്കും. അപ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്, ബാക്കി എമൗണ്ട് വരുന്നത് എത്രയാണ്, 1950. സോ 1950 ആർക്ക് കൊടുക്കുന്നുണ്ട്, മിസ്റ്റർ എസിന് അപ്പോൾ തന്നെ കൊടുത്തു. കാശിന് അത്യാവശ്യം വന്നപ്പോൾ എത്ര കൊടുത്തു എന്ന് ചോദിച്ചു. ബാങ്ക് ചാർജ് പിടിക്കുന്നുണ്ട്, ഇവിടെ ബാങ്ക് ചാർജിന് കയറുന്നു പറയുന്നില്ല, പിടിക്കും. അങ്ങനെയാണ് ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതായത് ബാങ്കിൻ്റെ ലാഭമാണല്ലോ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എസും കസ്റ്റമറായിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ കഴിഞ്ഞു. കാരണം ബില്ല് ഇപ്പോൾ ഇരിക്കുന്ന ബാങ്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ ജനുവരി 31 ആകുമ്പോൾ കസ്റ്റമർ ആർക്കാ എമൗണ്ട് കൊണ്ടടിക്കേണ്ടത്, ബാങ്കിനാണ് കൊണ്ടുവന്ന് എമൗണ്ട് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2000 രൂപ തന്നെ കറക്റ്റ് ആരടിക്കണം, കസ്റ്റമർ അടിക്കണം. 1950 അടിച്ചാൽ പോലെ കറക്റ്റ് 2000 രൂപ തന്നെ ആരടിക്കണം, കസ്റ്റമർ അടിക്കണം. ഓക്കെ, അപ്പോൾ അത് ബാങ്കിൻ്റെ ഒരു ലാഭമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ജനുവരി 31 ആയപ്പോൾ ഈ ബാങ്കിൻ്റെ അടുത്ത് വന്ന് ഇവൻ കാശ് അടിച്ചില്ല. അപ്പോൾ എന്തുണ്ടായി, ഡിസോണറായി, ഈ ബില്ല് ഡിസോണറായി. ഓക്കെ, അപ്പോൾ ഡിസംബറിന് തന്നെ മിസ്റ്റർ എസ് കാശ് വാങ്ങിച്ചു കൊണ്ടുപോയി ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് കയറി, അങ്ങനെ. ഓക്കെ, ഡിസംബറിൽ കയറി. പക്ഷേ അപ്പോൾ ഇവർ നമ്മളെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി ബാങ്കും ഈ കസ്റ്റമർ തമ്മിലാണ്. പക്ഷേ ഈ കസ്റ്റമർ എന്ത് ചെയ്തില്ല, ഇതിൻ്റെ കയ്യിൽ നിന്ന് ഈ ബാങ്കിലേക്ക് കറക്റ്റ് ഡേറ്റിന് എമൗണ്ട് അടച്ചില്ല. അപ്പോൾ അത് ആ ബില്ല്
ഡിസോണറായി പോയി. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അതാണ് ചോദ്യം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിന് എങ്ങനെ പോയാലും എമൗണ്ട് കിട്ടണം, റൈറ്റ്? ബാങ്ക് എന്ത് ചെയ്യും? മിസ്റ്റർ എസിൻ്റെ അക്കൗണ്ടിൽ നിന്നും അത് പിടിക്കും. ഓക്കെ, ബാങ്കിൽ നിന്നും പിടിക്കും. അപ്പോൾ അത് എന്തുണ്ടാവുക? നമ്മുടെ ബാലൻസ് കുറയുന്നു. അപ്പോൾ നമ്മളത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത കാര്യമാണ്. ക്യാഷ് ബുക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ബാങ്ക് കോളമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷിൽ. അപ്പോൾ പേയ്മെൻറ്റ് സെക്ഷൻ, അതായത് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എമൗണ്ട് കുറയാണ്, അസറ്റ് കുറയാണല്ലോ, ബാങ്ക് ബാലൻസ് കുറയാണല്ലോ. അപ്പോൾ ക്രെഡിറ്റിൽ ചെയ്യണം. ഈ 2000 ക്രെഡിറ്റ് നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഫൈൻ. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വെച്ച് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതേ സംഭവങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ക്വസ്റ്റ്യൻ എടുക്കുക. ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. ക്യാഷ് ബുക്ക് ഷോഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓഫ് 2,50,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത് OD ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ബാലൻസ് വരിക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് ബാലൻസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. OD ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ബൈ ബാലൻസ് OD എത്രയാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്? 2,50,000. ഓക്കെ, ഇനി ക്യാഷ് ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ പേയ്മെൻറ്റുകളാണ് അല്ലേ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ ടെലിവിഷൻ ലൈസൻസ് ഫീ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതണം. അപ്പോൾ ഇതേ ഡേറ്റിൽ തന്നെ ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് കാര്യങ്ങൾ ഡ്രോയിങ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 3,840 2,400 3,840 പ്ലസ് 2,400. സോ ടുഗെദർ 6240. അടുത്തത് ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഏത് ഇൻട്രസ്റ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് ചാർജ് ബൈ ബാങ്ക് 2,500 വരുന്നുണ്ട്. 2,500. അതിന് മുന്നായിട്ട് ഡിവിഡൻഡ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടി. അപ്പോൾ അതെന്താ വരിക? ഡെബിറ്റാണ് വരിക. അപ്പോൾ എൻ്റെ ഡേറ്റ് ഒന്നും പറയുന്നില്ല. സോ ടു ഡിവിഡൻഡ് ഷെയർ, കാരണം നമ്മുടെ ബാങ്കിൽ ബാലൻസ് കയറാൻ എത്രയാണ് വരുന്നത്? എമൗണ്ട് എത്രയാണ് വരുന്നത്? 3,000 അല്ലേ വരുന്നത്? 3,000. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ബിൽ റിസീവബിൾ ഓഫ് ₹2,000 ഡിസ്കൗണ്ട് വിത്ത് ദ ബാങ്ക് ഇൻ December 2021 വാസ് ഡിസോണർഡ് ഓൺ 31st January 2022. ഓക്കെ, സോ നമുക്ക് എമൗണ്ട് തരാനുള്ളൊരു വ്യക്തിയാണല്ലേ ഇത് ചെയ്തത്, ഈ പണി ചെയ്തത്. സോ ഡെപ്റ്റേഴ്സ് ബില്ല് ഡിസോണർഡ്. ഓക്കെ, എമൗണ്ട് എത്രയാണ് വരണേ? 2,000. അത് കാരണം നമ്മുടെ ബാങ്കിൽ നിന്ന് ബാങ്കുകാർ പിടിച്ചു. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ മിക്കതും ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് വരിക. ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് വരിക. 2,50,000 പ്ലസ് 6240 പ്ലസ് 2,500 പ്ലസ് 2,000 ഇത്രയാണ് വരുന്നത് ടോട്ടൽ. ടോട്ടൽ ജസ്റ്റ് എഴുതി വയ്ക്കുക. 260,740. അതന്നെ ഇവിടെ എഴുതി വയ്ക്കാം. 740. ഓക്കെ, അതിൽ നിന്ന് ഈ 3,000 കുറയ്ക്കുക. സോ 257740. 2,57,740 ആണ് ബാലൻസ് വരുന്നത്. അതെന്ത് പറഞ്ഞിട്ട് എഴുതണം? ടു ബാലൻസ് ക്യാരി ഡൗൺ OD തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. OD തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ല, ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. സോ ഇത് 31st January. ഈ സാധനം എവിടേക്ക് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞത്? ഇതെവിടേക്കാണ് കൊണ്ടുപോകണം? ഇതാണ് ഈ ബാലൻസിങ് ഫിഗർ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി ഇതെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്യാഷ് ബുക്കിലാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ബാലൻസിൽ ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകും. ടു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻസ് ആസ് പെർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് എഴുതണം. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? അത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള നോക്കുക. 2,57,740. 2,57,740. ഇനി ചോദ്യപേപ്പർ എടുക്കാം. ഇവിടെ നമ്മൾ ബാങ്ക് റീകൺസിലേഷനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. 4,600 ആഡ് ചെയ്യണം, 9,900 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 4,600 പ്ലസ് 900 ടുഗെദർ നമ്മൾ എഴുതി വയ്ക്കാൻ പോവാണ്. 5,500 അത് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, 5,500 ഈ 2,57,000 കൂടെ 740 കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്നത് 2,63,240 ആണ്. 2,63,240. ഇനി നമ്മൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് അല്ലേ, നമ്മൾ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2,500 നമുക്ക് കുറയ്ക്കാം. 1,500 നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് എത്രയാണ് വരിക? 263,240 മൈനസ് 27,400 കുറയ്ക്കുമ്പോൾ വിൽ ഗെറ്റ് അവർ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ആസ് 2,35,840. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. 2,35,840 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇലസ്ട്രേഷൻ നമ്പർ 5 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ തീർക്കുകയാണ്. ഓക്കെ, ഇനി ഒരു പോയിൻ്റും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. ഓക്കെ, ആ പോയിൻ്റ് എന്താ നോക്കാം. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് തന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓവർ ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ ചോദ്യത്തിലൊക്കെ അങ്ങനെ നമ്മളെ ട്വിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ തരും. ഇതെന്താ? ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ല, അതെന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. ഓവർ ഡ്രോൺ എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ വലിക്കാവുന്നതിനേക്കാളും കൂടുതൽ മോർ മണി നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ അതിനെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. ഓവർ ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഓവർ ഡ്രോൺ എന്ന് തരാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, സോ ഇതോടുകൂടെ നമ്മുടെ സ്റ്റഡി മാറ്റിൽ അല്ലെങ്കിൽ നമുക്ക് എക്സാമിനുള്ള രീതിയിൽ നമ്മൾ തീർത്തിട്ടുണ്ട്. 1.6 നമ്മൾ തീർത്തിട്ടുണ്ട്. ഇലസ്ട്രേഷൻസ് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ ഉള്ളത് ഈ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് ഈ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നമ്മുടെ ഡിസംബറിലൊക്കെ ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ 2023 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മെമ്പർഷിപ്പിൻ്റെ വീഡിയോസിന് കീഴിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. സോ അത് കാണുന്നുള്ളവർ 29 rupees അടിക്കുക കാണാം. സോ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 1.6. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.